നമസ്കാരം. സ്ത്രീപക്ഷത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ആണുങ്ങളെ പോലെ തന്നെ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു, ജോലികൾ ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു. അപ്പോൾ സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് കൂടുതലായി മദ്യപിച്ചാൽ എന്താകും എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ പുരുഷന്മാരുടെ മദ്യപാനത്തെക്കുറിച്ച് നമ്മളിനിയും പറയേണ്ട കാര്യമില്ലല്ലോ. കേരള സംസ്ഥാന സർക്കാർ പോലും ഇന്നത്തെ കാലത്ത് ഈ ബിവറേജസിലൂടെയാണ് നികുതി പണം ശേഖരിച്ച് കഴിഞ്ഞു പോകുന്നത് തന്നെ. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരും ഈ നികുതി പണം കൊണ്ട് കഴിയണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പുരുഷന്മാരും അതുപോലെ തന്നെ വീട്ടമ്മമാരും സ്ത്രീകളും എന്തിന് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഇന്ന് ബിവറേജസിൽ ക്യൂ നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾ മദ്യപിച്ചാൽ, അതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഇനി നമ്മൾക്ക് അതിഥികളെ പരിചയപ്പെടാം. ഡി അഡിക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന 1/4 നൂറ്റാണ്ട് പിന്നിട്ട ലഹരി മോചന പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടറും ചെയർപേഴ്സണുമായ മനഃശാസ്ത്ര വിദഗ്ധ കൂടിയായ ഡോക്ടർ ഗീത ജേക്കബ്. വെൽക്കം ടു ഷോ. അടുത്തത് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഒട്ടേറെ വിദേശ രാജ്യങ്ങളിൽ ഒരു കോർപ്പറേറ്റ് പ്രൊഫഷണൽ എന്ന നിലയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഫാഷൻ മോഡലിംഗ് രംഗത്തും സ്മിത പ്രവർത്തിക്കുന്നു. മിസിസ് കേരളം ഫൈനലിസ്റ്റ് സബ് ടൈറ്റിൽ വിന്നർ കൂടിയാണ് KV സ്മിത. വെൽക്കം ടു ദ ഷോ. അടുത്തത് അഡ്വക്കേറ്റ് ശ്വേത പി ദിലീപ് ആണ് പങ്കെടുക്കുന്നത്. വെൽക്കം ടു ദ ഷോ. അടുത്തത് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയും സോഷ്യൽ മീഡിയ വർക്കറുമായ അനുപമ M ആചാര്യാണ് പങ്കെടുക്കുന്നത്. വെൽക്കം ടു ദ ഷോ മാം. അടുത്തത് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് കാവ്യയാണ്. കാവ്യ ഒരു ഇക്കോ ഫെമിനിസ്റ്റ് ആണ്. അപ്പം നമുക്കിനി ചർച്ചയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഡോക്ടർ ഗീത ജേക്കബിനോട് തന്നെ ചോദിക്കാം. മാം 35 വർഷമായിട്ട് ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്ന മാമിന് എന്താണ് ഈ സ്ത്രീകളുടെ മദ്യപാനത്തെ കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ ഒന്നാമത് ഈ 35 ഇയേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ലഹരി വിരുദ്ധ പ്രവർത്തനം എന്ന് പറയുമ്പം ഒന്നാമത് ഞാൻ വർക്ക് ചെയ്യുന്ന ഡ്രഗ്സിനെതിരായിട്ടാണ്, മദ്യത്തിനല്ല. അതിനൊരു കാരണം, മദ്യത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങുമ്പം നമ്മൾ എവിടെ നിന്ന് കറക്ഷൻ തുടങ്ങേണ്ടി വരും എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇറ്റ് ഈസ് ജസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ് എന്നുള്ള പോലെ തന്നെ കുറച്ചു മുമ്പ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമ്മുടെ സർക്കാർ പോലും അതിന്റെ മെയിൻ ഇൻകം ഉണ്ടാക്കുന്ന അതിൽ നിന്നാന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, എല്ലാ കുടുംബത്തിലുമുള്ള മദ്യപാനത്തിന്റെ ഒരു കൗണ്ട്. വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരാണ് മദ്യപിക്കാത്തവർ, റെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ഏജ് ഗ്രൂപ്പ് എന്തുമായിക്കോട്ടെ എന്നിരിക്കെ. അതുകൊണ്ട് മദ്യത്തെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ലെവലിൽ പറയാനില്ല. പക്ഷെ എന്നിരുന്നാലും സ്ത്രീകൾ മദ്യപിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമായതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജെൻഡർ ആയിട്ടൊന്ന് കാണേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിക്കുന്നത് ശരിയെന്നോ തെറ്റെന്നോ രണ്ടും ഞാൻ പറയില്ല എന്നർത്ഥം. ഓക്കെ, അതിന് കാരണം, അതിന്റെ റീസണും കൂടി പറയാം. ഇപ്പോൾ ഒരു വ്യക്തിപരമായ ഡിസിഷനാണ് എന്ത് കാര്യവും ചെയ്യണോ ചെയ്യണ്ട എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇതും. ഞാൻ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഇന്ന കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ കൂട്ടുകൂടി ഇന്ന പോലെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ മദ്യപാനവും എൻ്റെ ഒരു ഓൺ ഡെസിഷനാണ്. ആസ് ലോങ് ആസ് എനി ഹാബിറ്റ്, മദ്യം എന്നല്ല, എനി ഹാബിറ്റ്, ആസ് ലോങ് ആസ് ഇറ്റ്സ് നോട്ട് ഡിസ്റ്റർബിങ് യോർ സെൽഫ്, നമ്മുടെ ആരോഗ്യത്തെയോ, ആദ്യം പറയേണ്ട കാര്യം അതാണ്, മദ്യപാനം ആരോഗ്യത്തെ തകർത്ത് കയ്യിലാക്കി തരും, പിന്നെ പോക്കറ്റും അതുപോലെ കാലിയാവും. അതുപോലെ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എന്ത് ആക്ടിവിറ്റിയും, നോട്ട് ഓൺലി മദ്യപാനം, അത് നമ്മളെ നശിപ്പിക്കാത്തിടത്തോളം, നമ്മുടെ കുടുംബാന്തരീക്ഷം നശിപ്പിക്കാത്തിടത്തോളം, നമ്മളുടെ ആ ബിഹേവിയർ നമുക്ക് ഫസ്റ്റ് ഐ ആണല്ലോ, ആ ഐ എന്നുള്ള പേഴ്സണ് ബോദർ ചെയ്യാത്തിടത്തോളം, മറ്റുള്ളവർക്ക് അത് ദോഷവുമാകാത്തിടത്തോളം, ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഐ ഡോണ്ട് ഇന്ററപ്റ്റ് അബൌട്ട് ഇറ്റ് ആസ് ലോങ് ആസ് യു നോ യുവർ ലിമിറ്റ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ പരിമിതി അറിഞ്ഞിരിക്കണം. അന്ന് പിന്നെ ഇറ്റ്സ് ഓക്കെ എന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ നോ പറയില്ല, പൂർണ്ണമായിട്ട് എന്നാൽ യോജിക്കുന്നുമില്ല, ഇറ്റ്സ് ഗുഡ് എന്നാൽ എല്ലാ പെണ്ണുങ്ങളൊന്നും കുടിച്ച് തുടങ്ങട്ടെ എന്ന് ഞാൻ പറയില്ല. ഇറ്റ്സ് കൂൾ, ദാറ്റ്സ് ഇറ്റ്. വാട്ട് ഡ്രസ് യു വെയർ, ഇറ്റ്സ് യുവർ ചോയ്സ്. വാട്ട് ഫുഡ് യു ഈറ്റ്, ഇറ്റ്സ് യുവർ ചോയ്സ് എന്ന് പറഞ്ഞ പോലെ ഇതും നിങ്ങളുടെ ചോയ്സാണ്. അത് നിങ്ങളെയോ നിങ്ങളെ ചുറ്റുമുള്ള സമൂഹത്തെയോ കുടുംബാംഗങ്ങളെയോ നശിപ്പിക്കാത്തിടത്തോളം ഇൻ ലിമിറ്റ് ഇറ്റ്സ് ഓക്കെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതിനെപ്പറ്റി സ്മിതയ്ക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഐ ഡു അഗ്രി വിത്ത് ഹർ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ കുറേ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ട് ഒരാളാണ്. ഐ വാസ് ഇൻ കോർപ്പറേറ്റ് വേൾഡ് ലാസ്റ്റ് 28 ഇയേഴ്സ്. അവിടെ ഇഫ് യു സീ വെസ്റ്റേൺ കൺട്രീസ്, അവിടെ നമ്മൾ മീറ്റിങ്സ് കഴിഞ്ഞിട്ട് വി ഹാവ് എ ഡ്രിങ്ക്, ഇല്ലെങ്കിൽ മീറ്റിങ്ങിലും
these CEOs hold a drink. ആ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റിംഗ് നടത്താറ്. ആ മീറ്റിംഗ് കഴിയുന്നവരെ that will be there. So that's a control on yourself. ഇവിടെ ഉള്ളത് ഇന്ത്യയിൽ സ്പെസിഫിക്കലി ഇത് കിട്ടുമ്പം പീപ്പിൾ ആർ തിങ്കിങ് ഓക്കെ വി ക്യാൻ ഹാവ് ഇറ്റ്. അതിൻ്റെ ഒരു കൺട്രോൾ ഇല്ലാണ്ടാണ് അവർ എടുക്കുന്നത്, അതിൻ്റെ ലിമിറ്റേഷൻ ഇല്ലാണ്ടാണ് എടുക്കുന്നത്. ഐ ഡോണ്ട് സേ ദാറ്റ് ഡു നോട്ട് ഡ്രിങ്ക്, നോ. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ചോയ്സസ്. ഡ്രിങ്ക്സ് അത് എന്തിനാണ് അത് എടുക്കുന്നത്, വാട്ട് ഈസ് ദി ലിമിറ്റേഷൻസ് ഡു ദേ ഹാവ്, വാട്ട് ആർ ദി ബാഡ് തിങ്സ് ദാറ്റ് ഇസ് ഗോയിങ് ടു ബ്രിങ് ടു അസ്, അതൊന്നും ആൾക്കാർ ഇവിടുന്ന് ചിന്തിക്കുന്നില്ല. ദേ ആർ നോട്ട് ബ്രോഡ് തിങ്കിങ് അല്ല, ഭയങ്കര നാരോ തിങ്കിങ് ആണ് ഇന്ത്യയിലുള്ളത്, സ്പെസിഫിക്കലി ഇൻ കേരള. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ദേ ഗോ ബിയോണ്ട് ദ ലിമിറ്റ്. They don't think about the family, they don't think about the social environment. ഒന്നുമേ ഇല്ല. I have seen lot of people, lot of families getting disrupted because of the drinks. നേരെ മറിച്ച് they need to get educated how the western or the other countries do take. Even during the meetings it's available, തുറന്ന് എല്ലായിടത്തും പോയി, even in a supermarket they have a beer. So that's how it is. So ഇവിടുന്ന് people has to get educated. ഇവിടുത്തെ ആൾക്കാർക്ക് education about this is not there. So അത് നമ്മൾക്കത് കൊണ്ടുവരണം. So that is what I felt. ഓക്കെ, നെക്സ്റ്റ് കാവ്യക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ സ്മിത പറഞ്ഞതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ബിക്കോസ് ബീങ് എൻ എഡ്യൂക്കേറ്റർ നമുക്കത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ബിക്കോസ് ആൽക്കഹോൾ നമുക്ക് ലീഗലാണ്. ഇന്ത്യയിൽ ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിന് ഡിഫറെൻറ്റ് ഏജ് ലിമിറ്റ്സ് ഉണ്ട്. നമുക്ക് ഏജ് ലിമിറ്റ്സേ ഉള്ളൂ, ജെൻഡർ ലിമിറ്റേഷൻസ് ഇല്ല. മെയിൽ, ഫീമെയിൽ, ട്രാൻസ് ആർക്കും കുടിക്കാം എന്നൊരു അവസ്ഥയാണ് ലീഗലി ഉള്ളത്. അപ്പം നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആൽക്കഹോൾ വേഴ്സസ് ആൽക്കഹോളിസം, അതാണ് ഡിസോർഡർ. അങ്ങനെയുള്ളവരാണ് മാമിൻ്റെ അടുത്ത് അതുപോലെയുള്ള മറ്റു പല സെൻറ്റേഴ്സിലും, ഡി അഡിക്ഷൻ ആണെങ്കിലും ഫാമിലി കോർട്സിലാണെങ്കിലും അങ്ങനെ പല മേഖലയിലും നമ്മൾ ചെന്ന് ഒരു ഹെൽപ്പ് തേടി എത്തേണ്ടത്. അപ്പോൾ ലീഗലാണ് എന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റും പല പല സാധനങ്ങളും പ്രശ്നമാണ്. അപ്പോൾ ആൽക്കഹോൾ ഒഴിവാക്കിയത് കൊണ്ട് അതിലൊരു വ്യത്യാസമൊന്നുമില്ല, നമുക്ക് ആൽക്കഹോളും കുടിക്കാം. ആൻഡ് ചോയ്സ് ആണ് ചിലരുടെ, ഓരോരുത്തരുടെയും ബോഡി, ഓരോരുത്തരുടെയും മൈൻഡ് അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ലിമിറ്റ് ഉണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് വി നോ എത്രയാണ് കുടിക്കാവുന്നത്, എങ്ങനെയാണ് സേഫ്. ആൻഡ് നമുക്ക് ലോസ് ഉണ്ട്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് പറ്റില്ല, അത് എവിടെ വിൽക്കാം, അതിനും ലോസ് ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുടിച്ചിട്ട് മറ്റൊരാളെ ഉപദ്രവിക്കരുത്, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാം, അതിനനുസരിച്ച് ചെയ്യാം എന്നുള്ളത് വിട്ട് ഞാനൊരു സ്ത്രീയാണ്, ഞാൻ പോയിട്ടുണ്ടോ, യെസ് ഞാൻ പോയിട്ടുണ്ട്. ക്യൂ നിന്നിട്ടുണ്ടോ, ക്യൂ നിന്നിട്ടില്ല. കാരണം ക്യൂ നിൽക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് നോട്ടം ഉള്ളത് കൊണ്ട് തന്നെ പ്രീമിയം പാർലേഴ്സിൽ പോയി വാങ്ങാം. അതെ, നമുക്ക് പ്രീമിയം പാർലേഴ്സിൽ പോവാം, വാങ്ങുന്നതിൽ തെറ്റില്ല, കുടിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് അതുകൊണ്ട് പറയാം. ആൻഡ് ദെൻ നമ്മളാണ് നമ്മുടെ ലിമിറ്റ്സ് സെറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നമുക്കിത് ഗൈഡൻസിനായിട്ട് ഗവൺമെന്റിന്റെ പ്രോപ്പർ ലീഗൽ ഗൈഡൻസും ഉണ്ട്. അഡ്വക്കേറ്റ് ശ്വേത, എന്താണ് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ? എന്നെക്കാട്ടിലും നന്നായിട്ട് ലീഗൽ വശങ്ങളെല്ലാം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന അവസ്ഥയായെന്ന് തോന്നുന്നു. കാരണം അതാണ് വേണ്ടത്, ലിറ്ററലി അതാണ് വേണ്ടത്. ഒരു അഡ്വക്കേറ്റിന് മാത്രം നിയമം അറിയാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് മാത്രം എന്താണ് മെഡിസിനൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് എന്നറിയാം, ആ ഒരു കോൺസെപ്റ്റ് അല്ല വേണ്ടത്. എല്ലാവർക്കും എല്ലാം അറിയേണ്ട കാലഘട്ടമാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു പോയിന്റ്, സ്ത്രീകൾ മദ്യപിച്ചാൽ എന്താ സെയിം കെമിക്കൽ റിയാക്ഷൻ തന്നെ ബോഡി നടക്കും. പുരുഷന്മാർ മദ്യപിച്ചാൽ എന്ത് റിയാക്ഷൻ നടക്കും അത് തന്നെ നടക്കും. അബ്സോർപ്ഷനും എല്ലാം ബ്ലഡ് സ്ട്രീമിലോട്ട് സെയിം തന്നെ, മാറ്റമൊന്നുമില്ല. പിന്നെ രണ്ട് ആസ്പെക്റ്റിലെടുക്കാം. മോറലി നോക്കാം. മോറലി നോക്കുമ്പോഴാണ് രണ്ട് കൂട്ടർ കുടിച്ചാലും, അതായത് ഒരു വീട്ടിലെ സ്ത്രീ കുടിച്ചാലും പുരുഷൻ കുടിച്ചാലും കുടുംബം നശിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ്. കാരണം രണ്ട് കൂട്ടരും കുടിക്കുന്ന രീതിയാണ് പ്രശ്നം. ഈ പറഞ്ഞതുപോലെ കൺട്രോളില്ല. പലരും ഒരു ഗ്ലാസ് മദ്യം അഴിക്കും, ഒരു പെഗ് അല്ലേ, അങ്ങനെയല്ലേ, ഒരു പെഗ് അടിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ ഫൈൻ, എനിക്കിന്ന് ഇത് മതി, ഒരു അപ്പറ്റൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മുടെ ബോഡിയിലോട്ടുള്ളൊരു കാറ്റലിസ്റ്റ് ആയിട്ടല്ല അത് പ്രവർത്തിക്കുന്നത് മറിച്ച് നമ്മുടെ റിലാക്സേഷന് വേണ്ടി അല്ലെങ്കിൽ ഹാപ്പിനെസ്. എവിടെയും ഇതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, മരണ വീട്ടിലായാലും വിവാഹ വീട്ടിലായാലും പിറന്നാളിനായാലും ഒരു കുഞ്ഞ് ജനിച്ചു കിടക്കുന്ന ഒരു നവജാത ശിശുവുള്ള വീട്ടിൽ പോയാലും സാധനം ഇല്ലേ എന്ന് ചോദിക്കാത്തവരുണ്ടോ? ഇല്ല. അതിലും എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നുന്നത് എന്തിനാണ് സ്ത്രീകൾ എന്ന് ചോദിക്കുന്നത്. സ്ത്രീകളും ചോദിക്കുന്നവരുണ്ട്, സ്ത്രീകൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം
ഇതിപ്പോൾ നമുക്ക് ഈ ചർച്ചയിലെ സ്ത്രീകൾ മദ്യപിച്ചാൽ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല, സെയിം ആസ് പുരുഷൻ, അത്രയേ ഉള്ളൂ. പക്ഷെ രണ്ട് കൂട്ടരും മദ്യപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ മുൻപൊക്കെ പറഞ്ഞ ആ പോയിന്റ് തന്നെ, സെയിം പോയിന്റ്, നമ്മളെ സ്വയം ഹനിക്കുകയോ മറ്റാരെയെങ്കിലും ഹനിക്കുകയോ ചെയ്താൽ അത് വെള്ളം കുടിച്ചിട്ട്, ഇപ്പം വെള്ളം കുടിച്ചിട്ട് ഒരാളെ പോയി കുത്തി, സെയിം. മദ്യപിച്ചിട്ട് ഒരാളെ പോയി കുത്തി, സെയിം. ആ സെയിം സംഭവം തന്നെ നമുക്കും ഹാനികരമല്ല മറ്റൊരാൾക്കും ഹാനികരമല്ലാതെ എന്ത് ചെയ്താലും അതിനൊരു ഇഷ്യൂ ഇല്ല, ആർക്കും ഇല്ല. ബട്ട് ആ ലിമിറ്റ് ഒരിക്കലും, അത് മനുഷ്യനാണ്, മനുഷ്യ സഹജം, മനുഷ്യൻ്റെ ഒരു ഇന്നേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എത്രയോ നന്നായി, എത്രയോ രാജ്യങ്ങൾ രക്ഷപ്പെട്ടു, എത്രയോ ഇഷ്യൂസ് ഉണ്ടാവില്ല. നമുക്കത് സാധിക്കില്ല. നമ്മളുടെ ആ ഇന്നേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് അതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? ഉണ്ട്. അവരാണ് സോഷ്യൽ സ്റ്റാറ്റസും സൊസൈറ്റി ലൈഫും ഒക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. ബാക്കിയുള്ളവർ വഴി കിടന്നുറങ്ങുന്ന കള്ളുകൂടിയന്മാരായി മാറും. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്. പണ്ട് കാലത്ത്, ഇപ്പം ന്യൂജൻ ആണോ എന്ന് ചോദിച്ചാൽ നോ, പണ്ടില്ലേ മദ്യപാനം? ഉണ്ട്. ഇപ്പോഴും പല ട്രൈബൽ ഏരിയാസിലും പോകുമ്പോൾ അവിടെ ഇല്ലേ മദ്യപാനം, അവിടെ ഇല്ലേ ഡ്രഗ്സ്? ഉണ്ട്. അപ്പം ഒരിക്കലും എഡ്യൂക്കേഷനോ എക്കണോമിക് സ്റ്റാറ്റസോ സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നുമല്ല മനുഷ്യൻ്റെ ജീവിത രീതികളെ മാറ്റിമറിക്കുന്നത്. അത് അവനവൻ തന്നെയാണ്. മാത്രമല്ല കൾച്ചർ എന്ന് പറയുന്നത് മാറി മറിയുന്നൊന്നുമില്ല. പണ്ടും ഈ കൾച്ചർ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഈ കൾച്ചർ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക, ബാലൻസിങ് ഒക്കെ മാറി മാറി വരുന്നു എന്ന് മാത്രം. ഈ പോലെ പ്രീമിയം കൗണ്ടറിൽ പോയി നിൽക്കുമ്പം ഇതേ നോക്കി ഒരു പെണ്ണ് വന്നേക്കുന്നു, എന്താ ക്യൂ നിൽക്കുന്നു, ഇതേ നോക്കി ഒരു പെണ്ണ് ക്യൂ നിൽക്കുന്നു, അതെന്താ കാരണം? അങ്ങനെ പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ നിയമത്തിൽ എവിടെയും പറയുന്നില്ല സ്ത്രീ വരി നിൽക്കണ്ടെന്നോ സ്ത്രീ പോയി പ്രീമിയം കൗണ്ടറിൽ നിൽക്കണ്ടെന്നോ എവിടെയും പറയുന്നില്ല. സോ അതുകൊണ്ട് അങ്ങനത്തെ ആ കാഴ്ചപ്പാട് മാത്രമേ സ്ത്രീക്കൊരു പ്രശ്നമുള്ളൂ. അല്ലാത്ത പക്ഷം ആൽക്കഹോൾ സ്ത്രീക്കൊരു പ്രശ്നമല്ല. ദാറ്റ്സ് ഇറ്റ്. അനുപമയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് ഈ DSB ബ്ലാക്ക്, ജവാൻ, ടക്കീല ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഈ കുപ്പികളുടെ ഒന്നും പുറത്ത് എഴുതി വെച്ചിട്ടില്ല. ഇത് ആണുങ്ങൾ കുടിക്കേണ്ടതാണ്, ഇത് പെണ്ണുങ്ങൾ കുടിക്കേണ്ടതാണോ, എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ചേച്ചി അടിക്കാറുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷെ വിത്ത് ദ ഫാമിലി ഇതേപോലെ ആ ഒരു ഗ്ലാസ് വെച്ചിട്ട് എനി ഒക്കേഷൻ കംസ് അടിക്കാത്ത പെണ്ണുങ്ങളൊന്നുമില്ല. ഇപ്പൊ പണ്ടുള്ള കാലഘട്ടത്തിൽ പറഞ്ഞാല് ഫാമിംഗ് ആണ്, കൃഷിയൊക്കെ കഴിഞ്ഞ് കപ്പയൊക്കെ നട്ട് പിടിപ്പിച്ച് ഇതൊക്കെ കഴിഞ്ഞ് രാത്രി വന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി പട്ടച്ചാരയും അടിക്കണ ഒരു സിസ്റ്റം നമ്മുടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവന്മാരുടെ കള്ളുകൂടി ഇങ്ങനെ കൂടിയപ്പോൾ പെണ്ണുങ്ങൾ വിചാരിച്ച് അയ്യോ ഞാനും കൂടി കള്ളു കുടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കുട്ടികളും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതുകൊണ്ട് പെണ്ണുങ്ങളൊന്ന് ബാക്ക്വേർഡ് പോയതാണെന്ന് എനിക്ക് തോന്നണേ. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ റെസ്റ്റോ ബാർ എത്രയുണ്ട്. ഇപ്പോൾ നമ്മൾ കൊച്ചിക്കാരി ആയതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഇഷ്ടമുള്ള റെസ്റ്റോ ബാർസും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴും കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ വരെ ഉണ്ട്. മോനെയും മോളെയൊക്കെ പുറകിൽ കൊണ്ട് എത്തിയിട്ട് ഭാര്യയും ഭർത്താവും ഇരുന്ന് ചില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ കള്ളുകൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഇത് എന്തൊക്കെ തരുന്നുണ്ടല്ലേ, നമ്മളും ആഗ്രഹിക്കില്ല ഇടയ്ക്കൊക്കെ ഒന്ന് നൈസായിട്ട് ആ വൈബിൽ പിടിക്കാൻ. ഇപ്പോൾ ഓൾറെഡി പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഫുള്ള് വട്ടാണ്. ഈ ഹോർമോൺ ഇംബാലൻസ്, വേലിയേറ്റം, വേലിയിറക്കം, മെൻസ്ട്രേഷൻ, മെനോപോസ്, ഈ തേങ്ങാക്കോലുകളുടെ ഒക്കെ ഇടയിൽ കള്ളും കൂടി കുടിച്ചാലുള്ള അവസ്ഥ എന്താവും? പിന്നെ ഇവന്മാരെ വീട്ടിൽ കയറ്റോ? അവർക്കുള്ള ടെൻഷൻ എന്താ പറയുന്നത്? പെണ്ണുങ്ങൾക്ക് ടെൻഷൻ ഇല്ലേ? തീർന്നില്ലേ? പെണ്ണുങ്ങൾ കുടിച്ചാൽ തീർന്നില്ലേ? തീർന്നോ? അങ്ങനെ തീരുമോ? പിന്നില്ലാണ്ട് ഉറപ്പല്ല. നമുക്ക് അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളല്ലെങ്കിൽ തന്നെ ഇവർക്ക് സ്വയം കൊടുക്കണം പറഞ്ഞ സ്ത്രീകളല്ലെങ്കിലും ലഹരിയിലാണ് ഇതിന്റെ ആവശ്യം. നമ്മൾ ഓൾറെഡി വൈബിലിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കുടിച്ചാൽ മഹാ ബോറാവും. ആണുങ്ങളെക്കാട്ടിലും ബോറാകും. പക്ഷെ പെണ്ണുങ്ങൾ അത് ലിമിറ്റ് ചെയ്യുന്നു. ആണുങ്ങൾക്ക് ലിമിറ്റേഷൻ ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊരു കൾച്ചറൽ ഒരു ഇന്റർഫിയറൻസ് ആണ് അവിടെ വരുന്നത്. അമിതമായിട്ട് മദ്യപിച്ച് ഏതെങ്കിലും സ്ത്രീകള് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വന്നിട്ടുണ്ടോ? അപൂർവമാണ്, വളരെ അപൂർവമാണ്. എന്റെ അറിവില്ല. എനിക്ക് 35 years ഓഫ് എക്സ്പീരിയൻസിൽ അങ്ങനെ കാണുന്ന ഒരു അഡിക്റ്റ് എന്ന് പറഞ്ഞു വരുന്ന കേസസ് വളരെ അപൂർവമാണ്. ഇവിടെ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ സൗത്ത് സ്റ്റേറ്റ്സിലോ വന്നിട്ട് ഇച്ചിരി കുറവാണ്. ഇനിയിപ്പോ ബാക്കി നോർത്തിലോട്ടുള്ള അവസ്ഥ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ സ്ത്രീ മദ്യപിക്കരുത് എന്ന് ഒരുപക്ഷെ ഒരു സമൂഹം തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇപ്പോഴും പല കാര്യങ്ങളും ഈ പറഞ്ഞ ഈക്വൽ റൈറ്റ്സ് എല്ലാം പറയുമ്പോഴും നമ്മൾക്ക് സ്ത്രീകൾക്ക് ഇത് പാടില്ല എന്ന് എവിടെയോ എഴുതാതെ എഴുതപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ചിന്താഗതിയുണ്ട് അല്ലേ? അതെ അതെ, ഇപ്പോഴും ആ ഒരു മെയിൽ ഡോമിനേറ്റിംഗ് ആ ഒരു തോട്ട് അവിടെ നമ്മൾ എവിടെയോ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാര്യം ഒരാണ് മദ്യപിച്ച് ഒരു സ്ഥലത്തേക്ക് കയറി വന്നാൽ, ഓഫീസിലല്ല ഞാൻ മീൻ ചെയ്യുന്ന, അല്ലാതെ ഇപ്പൊ നമ്മളെ തന്നെ മീറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമായിട്ട് എടുക്കുന്നില്ല. അല്ലെ, ഇപ്പം ഒരു ട്രാവൽ ഉണ്ട്, പലരെയും എനിക്കറിയാം ട്രാവൽ ചെയ്യുമ്പോൾ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ എന്തെങ്കിലും ഒന്ന് കൺസ്യൂം ചെയ്തിട്ട് അവർ ട്രാവൽ ചെയ്യുന്നവര്, എന്നാൽ കയറി കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് പറഞ്ഞിട്ട്.
പക്ഷേ ഇത് തന്നെ ഒരു സ്ത്രീ ഒന്ന് പറഞ്ഞു നോക്കിയ ഒരു ചേഞ്ചിന് ഇതേ പുരുഷനോട് എത്ര ആണുങ്ങൾ അതേ ലാഘവത്തോടെ അതെടുക്കും. അവരതിനെ കാണുന്നു വന്നിട്ട് എന്തോ നമ്മള് എന്തോ ഇത് പെണ്ണെന്താ പറഞ്ഞെന്ന് കേട്ടായിരുന്നോ, അവളിങ്ങനെ ചെയ്യുന്നു, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഐ ഫീൽ ഇറ്റ്സ് നോട്ട് റൈറ്റ്. പല കാര്യങ്ങളിലും ഉള്ളത് സ്മിത പറഞ്ഞത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത ഒരു കാര്യം വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. കേരളത്തിൽ നോർത്ത് ഇന്ത്യയിലും ഇല്ല. നോർത്ത് സൈഡിലൊക്കെ സ്ത്രീകൾക്ക് അലൗഡ് ആണ്. ഈ ഒരു കൾച്ചർ ഡിഫറൻസ്, ഈ ഇവിടുത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ കേരളത്തിലെ, ഇറ്റ്സ് വെരി ബാഡ്. അത് മാറ്റണം. 3-4 കൊല്ലമായിട്ട് ഞാൻ കാണുകയാണ്. ഇത് മാത്രമല്ല, എല്ലാത്തിനും ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ട് ഇവിടെ. പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊന്നും നമ്മൾ പിന്നെ ഹ്യൂമൻ ബീങ് അല്ലേ, ലേഡീസ് ആർ ഹ്യൂമൻ ബീങ്, റൈറ്റ്? ദേ ഡു ഹാവ് റൈറ്റ്സ്. നമ്മൾ വി ആർ സ്റ്റാൻഡിങ് ഓൺ, ഐ ആം ഇൻഡിപെൻഡന്റ് അലോൺ വുമൻ. എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുവാണെങ്കിൽ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് പോകുമ്പം തന്നെ back in the KSRTC bus, key ആയിക്കൊണ്ടിരിക്കും, ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. I had literally stopped my car and I went behind him. He said, എന്റെ വണ്ടിക്ക് ചിറകില്ല. പുരുഷന്മാർക്ക് പലപ്പോഴും ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആയാലും അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെക്സിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും മദ്യമാണ് അതിന്റെ കാരണം. ഇപ്പം പിന്നെ ബെവറേജ് കൗണ്ടറിൽ ക്യൂല് ലേഡീസ് നിന്നാൽ എന്താ കുഴപ്പം? അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കുറെ വീഡിയോ ക്ലിപ്സ് യൂട്യൂബിലും മറ്റുള്ള ചാനലുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. സ്ത്രീകള് മദ്യപിച്ചതിന് ശേഷം റോഡിലിറങ്ങി അമിതമായിട്ട് കാറ് ഡ്രൈവ് ചെയ്തിട്ട് കുറെ ഇഷ്യൂസ് ഉണ്ടാക്കുക. പലതും സ്ത്രീകൾ ഇത് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. സ്ത്രീകളും കുത്തിക്കൊല്ലാം, സ്ത്രീകളും അടിയുണ്ടാക്കും. എന്താ സ്ത്രീക്ക് ഒന്നും പറ്റില്ല. നീ ഒരു പെണ്ണാണ് എന്നുള്ള പരിമിതി ചിന്തിക്കാന്ന് പറയുന്നത് തന്നെ പലരെങ്കിലും ഇച്ചിരി കഴിച്ചു കഴിയുമ്പം ഇങ്ങനെ ഒരു റിബലായിട്ട് പ്രവർത്തിക്കാനായിട്ട് ട്രിഗർ ചെയ്യുന്നു. പ്രീമിയം കൗണ്ടറിൽ ഒക്കെ പോയ ബിയറിന് ഒരു 150 രൂപയ്ക്ക് നമുക്ക് ബീവറേജസ് കിട്ടും. ബാറിപ്പ് അടിക്കണമെങ്കിൽ ഒരു ബിയറിന് എത്രയാ? ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് പോകുമ്പം തന്നെ ബാക്ക് ഇൻ KSRTC ബസ് കീ ആയിക്കൊണ്ടിരിക്കും, ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. I had literally stopped my car and I went behind him. He said, എന്റെ വണ്ടിക്ക് ചിറകില്ല പറക്കാൻ വേണ്ടിട്ട്. മീൻസ് നമ്മൾ മുന്നേ പോകുന്ന വണ്ടി പോലെ don't expect me to overtake or don't blink. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചത് ആദ്യം ഹോങ്ക് ചെയ്തിട്ടാണോ? I asked him this question. ഇതൊരു ചർച്ചാ വിഷയമാക്കേണ്ടിയിരിക്കുന്നു. റോഡിൽ ഇറങ്ങി സ്ത്രീകൾ എങ്ങനെ ഡ്രൈവിംഗ് ചെയ്യും, അതിനെ കുറിച്ച് നമുക്കൊരു ചർച്ചാ വിഷയം വേണം. ഞാൻ ഇന്നത് വിചാരിച്ചു, ഞാൻ ഡ്രൈവ് ചെയ്താ വന്നത്. ഇപ്പം പിന്നെ ബെവറേജ് കൗണ്ടറിൽ ക്യൂല് ലേഡീസ് നിന്നാൽ എന്താ കുഴപ്പം? അതെ, എന്താ കുഴപ്പം? വെസ്റ്റേൺ കൺട്രീസ് ദേ ആർ ഗോയിങ് ആൻഡ് ബൈങ്. ഏതോ ഒരു അപൂർവ ജീവി വന്ന് വാങ്ങുന്നു എന്നുള്ള രീതിയിലാണ് ചിന്ത. ലീഗൽ ആണെങ്കിലും അത് ചിലർക്ക് ഇല്ലീഗൽ ആണ് എന്നൊരു വിഷയമാണ്, എന്നൊരു രീതിയാണ് നമ്മൾ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവര് പുരോഗമനം പറയുന്നു, പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ആക്ച്വലി വി ആർ സ്റ്റിൽ ബിഹൈൻഡ് പല കാര്യത്തിലും. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അടികൂടാത്ത സ്ഥലങ്ങളില്ല. കറക്റ്റ്. നമ്മള് സ്ത്രീകളെ ഉൾക്കൊള്ളാൻ ഒരു വീടുകളിലും പുരുഷന്മാര് ജോബിനായിട്ട് പുറത്തു പോകുന്നു, അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ പോയി ജോബ് ചെയ്യുന്നു. മിക്ക വീടുകളിലും സ്ത്രീകളാണ് ആ വീടിനെ നയിക്കുന്നത്. ഇവർക്ക് ടെൻഷൻ ഇല്ലേ? സ്ത്രീകൾ മദ്യപിച്ചിട്ട് റോഡിൽ ഇറങ്ങിയിട്ട് അടി ഉണ്ടാക്കണില്ലല്ലോ. കുത്തിക്കൊന്നിട്ടുണ്ടോ? ഇല്ല. അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവിടെ ഇവിടെ പലതും. സ്ത്രീകൾ ഇത് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. സ്ത്രീകളും കുത്തിക്കൊല്ലാം, സ്ത്രീകളും അടിയുണ്ടാക്കും. എന്താ സ്ത്രീക്ക് ഒന്നും പറ്റത്തില്ല? സ്ത്രീ അല്ല, ചെയ്യാൻ പറ്റും, പറയാൻ പറ്റില്ല. അല്ല, നമ്മളൊരിക്കലും പുരുഷന്മാര് കുടിച്ചാൽ മാത്രമേ കുഴപ്പക്കാരാവൊന്നും പറയാൻ പറ്റില്ല. ആര് കുടിച്ചാൽ ഈ മദ്യം എന്ന് പറഞ്ഞ പിന്നെ എത്രയോ പേര് വണ്ടിയിലൊക്കെ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് നമ്പർ ഓഫ് കേസുകൾ ആരെങ്കിലും ഒക്കെ ഇടിച്ചിട്ടുണ്ടാവും. പിന്നെ പലരും ചിലപ്പം സ്ത്രീകൾക്ക് ഒരു എന്താ പറയാ പ്രിവിലേജ് കൊടുക്കുന്നുണ്ടല്ലോ. എന്താ ഒരു കായിക ശേഷി കുറഞ്ഞ അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ടല്ലോ. പ്രിവിലേജ് വെച്ച് എങ്ങാനും ചിലപ്പം അയ്യോ ആ പെണ്ണ് ഇടിച്ചിട്ട് പോയല്ലേ, ആ ഒരു പെണ്ണല്ലേ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടാവാം. പക്ഷെ ഒരിക്കലും സ്ത്രീകൾ മദ്യപിച്ചാൽ നല്ല സൽസ്വഭാവികളും സന്യാസികളും പറയാൻ പറ്റില്ല. സ്ത്രീകൾ വെള്ളം അടിച്ചാലും
സംഭവം സ്ത്രീകൾ ബെല്ലടിച്ചാൽ പക്ഷെ അത് കൺട്രോൾ ഉണ്ട് Control ഉണ്ട്. നിർബന്ധമില്ല. അത് It എല്ലാവരും doesn't കാര്യമൊന്നും always ആയിരിക്കില്ല. have to be like that. അല്ല എല്ലാവരും പക്ഷേ, നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്കൊരിക്കലും വേറൊരു ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ വേറൊരു വ്യക്തിയുടെ മനസ്സിനെ എനിക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല, ആർക്കും അളക്കാൻ പറ്റില്ല. അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കുറെ വീഡിയോ ക്ലിപ്സ് യൂട്യൂബിലും മറ്റുള്ള ചാനലുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. സ്ത്രീകള് മദ്യപിച്ചതിന് ശേഷം റോഡിലിറങ്ങി അമിതമായിട്ട് കാറ് ഡ്രൈവ് ചെയ്തിട്ട് കുറെ ഇഷ്യൂസ് ഉണ്ടാക്കുക, പിന്നെ പോലീസ് വരിക, നാട്ടുകാർ കൂടുക, പിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറെ വിഷയം. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് വരുന്നതും മദ്യപിക്കുന്നതും? അതിനെക്കുറിച്ച് എന്താണ് അഡ്വക്കേറ്റിന് പറയാനുള്ളത്? സ്ത്രീകൾ എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചാൽ പുരുഷന്മാർ ചെയ്ത അതേ കാരണം തന്നെ. ചിലപ്പം 2 ലിറ്ററോ 3 ലിറ്ററോ ആയി കാണും മദ്യം അടിച്ചത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടിച്ചതിന്റെ ലിമിറ്റ് കൂടി, അബ്സോർപ്ഷൻ കൂടി, ബ്ലഡ് സ്ട്രീമിലോട്ട് തരിപ്പ് കയറി, അങ്ങനെയുള്ള ഡയലോഗ്. തരിപ്പായില്ല എന്ന് പറയും ചിലത്, ഞാൻ കേട്ടിട്ടുണ്ട്. ആ തരിപ്പ് കയറി, ആ തരിപ്പ് കയറിയപ്പോ അങ്ങ് ഇറങ്ങി. അപ്പൊ പുരുഷന്മാരെ തരിപ്പ് കയറിയ സ്ത്രീകളും ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി തരിപ്പ് ആർക്ക് കയറി. അല്ല, അതിലും വലിയൊരു സദാചാര ബോധം തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. കാരണം സ്ത്രീ തെറി വിളിക്കാൻ പാടില്ല, സ്ത്രീ ഡ്രങ്ക് ഡ്രൈവ് ചെയ്യാൻ പാടില്ല, ഫാസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പാടില്ല. അത് ഒരു പൊതുബോധത്തിന്റെ മുകളിലാണ് ഇതൊരു വിഷയമാവുന്നത്. പുരുഷന്മാര് തെറി വിളിക്കുന്നത് എന്തിന്? നമ്മുടെ സൂപ്പർ ഹീറോസ് ഒക്കെ തെറി വിളിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാസ് ഡയലോഗ്, മാസ് എൻട്രി, മാസ് ഡയലോഗ്. തഗ് എന്ന് പറയുന്നത് അതാണ്. ഇത് തന്നെയല്ലേ പെണ്ണാണ്, വെറും പെണ്ണാണ്. എത്ര ഫിലിമിലുള്ള ഡയലോഗ് കേൾക്കുമ്പോ തന്നെ അത് സിനിമയിലെ ഡയലോഗ് ആണെങ്കിൽ പോലും നമ്മുടെ ഹേർട്ടിനെ അത് ബാധിക്കും. അല്ല, ഈ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ പക്ഷെ ഒരു ഈ ഒരു ഡയലോഗ്സ് പുറത്ത് ഔട്ട്സൈഡ് ഇന്ത്യ അല്ല ഔട്ട്സൈഡ് കേരള വെരി റെയർ. നീ ഒരു പെണ്ണാണ് എന്നുള്ള പരിമിതി ചിന്തിക്കാന്ന് പറയുന്നത് തന്നെ പലരെങ്കിലും ഇച്ചിരി കഴിച്ചു കഴിയുമ്പം ഇങ്ങനെ ഒരു റിബലായിട്ട് പ്രവർത്തിക്കാനായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. ചിലപ്പോ മാം പറയുന്ന പോലെ ഒരു ധൈര്യമായിരിക്കാം, ഒരു 2 പെഗിന്റെ ധൈര്യമായിരിക്കാം. പക്ഷെ അത് നമ്മളെ പെണ്ണുണ്ടല്ലോ. അല്ല, ധൈര്യം ചില പെണ്ണുങ്ങൾക്ക് ധൈര്യം വരുന്നത് അപ്പോഴായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആണ് മനുഷ്യനല്ലേ, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരേ വികാരവും ഒരേ വിചാരവും ഒരേ ബോഡി പ്രോസസ്സും ആണ്. ചിലർക്ക് അങ്ങനെ ആയിരിക്കും. അല്ല, പ്രസവിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ മെനിസ്ട്രേഷന്റെ ടൈമിലൊക്കെയുള്ള ഹോർമോണൽ ഇംബാലൻസ് ഒഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ അത് യൂറിനായിട്ട് പോകുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കിഡ്നിയുടെ സംഭവം, ഡൈജഷനും എല്ലാം എല്ലാവർക്കും ഉണ്ട്. ഭക്ഷണം ചെറുതായിട്ട് നമുക്ക് അവിടെ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, ബാക്കി സംഭവം എല്ലാം സെറ്റാണ്. അത് പറയുമ്പോ എനിക്ക് തോന്നുന്നു ഒരു ഹെൽത്ത് ആസ്പെക്ട് പറയുമ്പോ, പ്രത്യേകിച്ച് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പറയുമ്പോൾ ശരിയാണ്. നമ്മള് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ മദ്യപിക്കേണ്ട, ഓക്കെ, ഡെഫിനറ്റ്ലി കുഞ്ഞിനെ കൂടെ എഫക്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പീരിയഡ്സിന്റെ സമയത്ത്, ബ്രസ്റ്റ് ഫീഡിന്റെ സമയത്ത്, അല്ലെങ്കിൽ പീരിയഡ്സിന്റെ സമയത്ത് ഡീഹൈഡ്രേറ്റിംഗ് ആണ് മദ്യം. അപ്പൊ നിങ്ങൾക്ക് ബോഡിയിൽ ക്രാംസ് കൂടും, ബാക്ക് പെയിൻ കൂടും, ഒക്കെ കൂടും. അല്ലാത്ത സമയം അവർക്കും ചെയ്യാം. എന്താണോ അതിനുള്ള ബുദ്ധിമുട്ട്. ആൻഡ് മറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പ്രൊഫഷണലും കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷന്മാർക്ക് പലപ്പോഴും ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആയാലും അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെക്സിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും മദ്യമാണ് അതിന്റെ കാരണം. മദ്യം അതുപോലെ സ്മോക്കിംഗ് രണ്ടുമാണ് അതിന്റെ കാരണമായിട്ട് തന്നെ വരുന്നത്. പിന്നെ അവർക്കൊരു ധൈര്യം എന്ന് അവർക്ക് തോന്നലാണ്. ഉത്തേജനം വരെ പ്രോപ്പർ ആയിട്ട് നടക്കില്ല എന്നത് സത്യമാണ്. ബിക്കോസ് നമ്മുടെ ബോഡിയില് അത് അങ്ങനെയാണ് നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്നത്. മദ്യം നമ്മുടെ ബോഡിയിലെ വെള്ളത്തെ വലിച്ചെടുക്കും, ഡീഹൈഡ്രേറ്റിംഗ് ആണ്, നമുക്ക് ബ്ലഡ് ഫ്ലോ കുറവാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗം കൂടെ, ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിൽ പ്രശ്നമാണ്, ആർക്കായാലും പ്രശ്നമാണ്. സ്ത്രീകൾക്ക് ചില സ്റ്റേജസിൽ ശ്രദ്ധിക്കണം എന്നത് ഒഴിച്ചാൽ ബാക്കി അവർക്ക് വേറെ ലിമിറ്റേഷൻ ഒന്നും ഇല്ല. പിന്നെ ഈ വായിച്ചയിൽ നിന്ന് മനസ്സിലായത് ഇപ്പൊ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ അല്ല മദ്യം ശരീരത്തിൽ റിയാക്ട് ചെയ്യണത്. കാരണം പെണ്ണുങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് എന്തൊക്കെ പഠനങ്ങളാണെന്ന് അറിയില്ല. ഇനി പെണ്ണുങ്ങൾ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയാണെന്ന് അറിയില്ല. ഇതുവരെയും കുടിച്ച ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് രണ്ടുപേർക്കും ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ലിവർ. ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് ലിവറിനാണ്. നമ്മൾ ഈ 70s കിഡ്സും 80s കിഡ്സും 90s കിഡ്സും ആണ് ഈ ഇരുന്ന് പെണ്ണുങ്ങൾ കള്ളു കുടിച്ച എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കണത്. 2K കിഡ്സ് ഇതിനെപ്പറ്റി ബോധേടല്ല. അവര് വെള്ളം അടിക്കല്ല, ഇവിടെ പറയാൻ പാടില്ല, മ്യൂട്ട് ചെയ്യും, ചാനൽ അടിച്ചു ആ സാധനങ്ങളുടെ ഒക്കെ പേര്. അതുപോലെ തന്നെ അത് ഇല്ലീഗൽ ആണ്, അതുകൊണ്ട് തന്നെ നമുക്കത് വേണ്ട എന്ന് തന്നെ നേരെ നമ്മുടെ പ്രമുഖ നടനായ മോഹൻലാല് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അത് രഞ്ജിത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. 2 വൈറ്റ് 2 അടിച്ചിട്ട് വന്നു കഴിഞ്ഞാല് തൊഴിക്കാൻ ഒരു സ്ത്രീ വേണം, കാല് മടക്കി തൊഴിക്കാൻ. നേരെ മറിച്ച് പറ്റില്ല. അതുകൊണ്ട് മറുപടി ജയ ജയഹേൽ കൊടുത്തു കഴിഞ്ഞു.
അതാണ് ഇറലവെന്റ്. അത് വളരെ കൃത്യമാണ് അനുപമ പറഞ്ഞത് അല്ലേ? അപ്പൊ നോക്കണം എത്ര പ്രബുദ്ധരായാലും ആണുങ്ങളുടെ മനസ്സിലിരിക്കണ ആ ഒരു ഡോമിനേറ്റിംഗ് തോട്ട്. എക്സാക്ട്ലി, അത് ഇവിടെ മാത്രമേ ഉള്ളൂ. വൈ ഇസ് ഇറ്റ് ഇവിടെ എഡ്യൂക്കേഷൻ വിരുദ്ധത അല്ല. നമുക്ക് ഇതിനകത്ത് വളരെ വലിയ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മദ്യപിച്ചാൽ എന്ന് പറയുമ്പോൾ വരുന്ന മറ്റൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലി എംപവേർഡ് ആണോ എന്നുള്ളതാണ്. സ്ത്രീകൾ ഏൺ ചെയ്യുമ്പോൾ ആദ്യം വീടിന്, കുട്ടികൾക്ക്, ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടിയായിട്ട് കാശ് ബാക്കിയുണ്ടോ, എന്നാൽ മാത്രമേ എനിക്കൊരു ടൈം പാസ് ആയ മദ്യം എന്നുള്ള ഒരു അങ്ങനെ നമ്മൾ പഠിച്ചു എന്താ പറയാ നീഡ്സ്, 30% ഫോർ വാണ്ട്സ് ആൻഡ് 20% ഫോർ സേവിങ്സ്. ഈ കോൺസെപ്റ്റില് നമ്മൾ നീഡ്സിൽ 50% റെന്റ്, അത് ഇത് അവിടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. കുറച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പ്രീമിയം കൗണ്ടറിൽ ഒക്കെ പോയ ബിയറിന് ഒരു 150 രൂപയ്ക്ക് നമുക്ക് ബീവറേജസ് കിട്ടും. ബാറിൽ പോയി അടിക്കണമെങ്കിൽ ഒരു ബിയറിന് എത്രയാ? എനിക്ക് പേഴ്സണൽ പിന്നെ ലക്ഷറീസ് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ പോയിട്ട് മാക്കിന്റെ സാധനങ്ങളെ വാങ്ങിക്കുള്ളൂ. ഈവൻ ഐ ഡോണ്ട് ഹാവ് എന്റെ 3000 ആണെങ്കിൽ ആ 3000 എന്റെ കാര്യങ്ങളെ ഞാൻ ആദ്യം ചെയ്യുള്ളൂ. അങ്ങനെ വേണം. വ്യത്യാസമുള്ള സ്ത്രീകളും ഉണ്ട്. ഞാൻ പറയട്ടെ, ഒന്നിനും ഒരു സ്റ്റാൻഡേർഡും ഇല്ല. ആക്ച്വലി ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരിക്കാവൂ, 3 വയസ്സുള്ള കുഞ്ഞ് ഇങ്ങനെ ഇരിക്കാവൂ, എന്താ പറയാ, സ്ത്രീകൾ അങ്ങനെ നടക്കാവൂ, പുരുഷന്മാർ ഇങ്ങനെ ചെയ്യാവൂ, അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും ഓരോരുത്തരും യുണീക്കാണ്. ഇപ്പൊ ഈ സാധനം ഞാൻ പലരും തലയിലിടുന്നു, ഞാൻ കയ്യിലിട്ടു, അതെന്റെ ഇഷ്ടല്ലേ. അതിലും നമ്മൾ അങ്ങനെ ചെയ്യാവൂ, അങ്ങനെയൊന്നും ഇല്ല. അല്ല, സ്ത്രീകൾ എല്ലാവരും കുലസ്ത്രീകളോ പുരുഷന്മാരെല്ലാവരും ആ ഉത്തമ പുരുഷന്മാരോ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിക്കാത്ത പുരുഷന്മാരോട് പുച്ഛമുള്ള നാടുമാണ്. പുച്ഛമുള്ള നാടുകളുണ്ട്. അല്ല ഞാൻ പറയാം തിരിച്ചാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ പുരുഷന്മാർ മദ്യപിച്ചില്ലെങ്കിൽ ഭാര്യയെ പേടിയാണോ, ഭാര്യ തല്ലുവോ, ഭാര്യ പ്രശ്നക്കാരിയാണോ, ഇത്തിരി വട്ടുകേസാണോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ട്. അപ്പൊ ഈ നമ്മുടെ ഈ അലിഖിത നിയമങ്ങളാണ് പേട്രിയാർക്കിയുടെ. സ്ത്രീകൾ കുടിക്കരുതെന്നും പുരുഷന്മാർ കുടിക്കണമെന്നും, അതിന്റെ ഒരു പ്രശ്നം കൂടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ പൊതുവേ പറഞ്ഞാല് ഇപ്പൊ സ്ത്രീകൾ മദ്യപിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തില്. സ്ത്രീകൾ മദ്യപിച്ച് റോഡിലിറങ്ങിയിട്ട് ആരെയും അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളും ചെയ്യുന്നില്ല. അപ്പോൾ വിദേശത്തും നമ്മുടെ കേരളത്തിലും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട്, ഈ ഒരു വിഷയത്തിലുള്ള ഒരു പൊരുത്തക്കേട് ഇപ്പൊ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്ത്രീകള് ഈ IT മേഖലയിൽ ഇപ്പൊ പുതിയ ഒരു സംരംഭം വരുന്നു. സർക്കാർ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ സംരംഭം തുടങ്ങുന്നുണ്ട്. ഇപ്പം മദി ഷാപ്പ് ഇപ്പം IT മേഖലയിലും. അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്കുള്ള ഒരു അഭിപ്രായം? IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ മദ്യപിക്കാവുന്നൊന്നും ഇല്ലല്ലോ. കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും, എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും എന്തുകൊണ്ട് അതുപോലെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ബിവറേജസോ അല്ലെങ്കിൽ വേണ്ട. അപ്പൊ നമുക്ക് ഒന്നിച്ച് പോയിട്ട് വേണമെങ്കിൽ ക്യൂയിൽ ഒരു തരത്തിലും ആയിക്കോട്ടെ. അത് ശരിക്കും ഒരു ബേർഡൻ ആണ് സ്ത്രീകൾക്ക്. കാരണം അപ്പ ചോദിക്കും, ചേച്ചി എനിക്ക് 2 എണ്ണം വാങ്ങി തരുമോ? അപ്പൊ നമുക്കൊരു സ്നേഹല്ലേ. 2 കൂട്ടർ ഒരേ ആവശ്യത്തിന് നിൽക്കുമ്പം അവർക്ക് പാവങ്ങള് ശരി ഞാൻ വാങ്ങി തരാം. പക്ഷെ പണ്ട് സിനിമ ടിക്കറ്റ് ആണുങ്ങളുടെ ക്യൂല് നമ്മൾ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എടുത്തുതരും. നിങ്ങൾ ബീവറേജിൽ ക്യൂ നിന്ന് മാത്രമേ സാധനം മേടിക്കാറുള്ളൂ. ത്രിവേണിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, അതിനകത്ത് കയറി ബാസ്ക്കറ്റിൽ പെറുക്കിയിട്ട് കൊണ്ടുപോയില്ല. അതെ, ഓരോ സാഹചര്യം കഷ്ടപ്പെടുന്നത് സ്ത്രീകളുടെ അരങ്ങടുക്കളയാണെന്നാണല്ലോ പറയണത്. വൈനുണ്ടാക്കലും നമ്മള്
കുക്കറിലൊക്കെ വെച്ച് വൈനൊക്കെ ലൈസൻസ് വേണ്ടല്ലോ. മനസ്സിലാക്കണം. നമ്മളിപ്പോ സ്ത്രീകൾ മദ്യപിക്കുന്നു ഇതിനെ പറ്റിട്ടാ പറഞ്ഞോണ്ടിരിക്കണേ. ഈ മദ്യപിക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ഈ ആൽക്കഹോൾ ഇൻടോളറന്റ് ആയിട്ടുള്ള ഈ കുട്ടിയാണ്. വാദോരോ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കലും ഒരു തുള്ളി വൈൻ പോയ 2 ദിവസം ICU യൂണിറ്റിൽ കിടക്കുന്ന ആൾക്കാരും ഈ നാട്ടിലുണ്ട്. അവരുടെ അവസ്ഥയെ പറ്റി നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? വൈബ് പിടിക്കണമെങ്കിൽ ചില്ലിയാണെങ്കിൽ കള്ളു കുടിക്കാൻ പറ്റില്ല. പോയി കള്ളു കുടിക്കുന്ന സെറ്റിന്റെ അടുത്ത് കപ്പലണ്ടി തിന്ന് 2-3 മണിക്കൂർ ഇരിക്കണം. അവരുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. കുട്ടിയാണത്. വൈബിന് ആൽക്കഹോൾ വേണമെന്നില്ല. എനിക്ക് ആവശ്യമില്ല. എനിക്കൊരു മ്യൂസിക്കും ഒരു ഡാൻസും ഒരു അങ്ങനത്തെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആൽക്കഹോളിസം ആയി കഴിഞ്ഞാലാണ് അത് പ്രശ്നമാവുന്നത്. ഇപ്പൊ ഒരു റിലാക്സേഷൻ ആണെങ്കിലോ ഒരു സന്തോഷത്തിനാണെങ്കിലോ കുടിക്കട്ടെ, എല്ലാരും കുടിക്കട്ടെ. നമ്മുടെ സംസ്ഥാനം ഡെവലപ്പ് ആവണ്ടേ? ഞാൻ പട്ടായിക്ക് ഒന്ന് പോയായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം. എല്ലായിടത്തും ഡിഫറൻസ് എക്സ്ക്ലൂസീവ് സിറ്റുവേഷൻ. ചിലപ്പോ എനിക്ക് അപ്പൊ കുടിക്കാൻ തോന്നും, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ പോകുമ്പോ ഇത്രയൊക്കെ ആയിട്ട് കൊതിയായിട്ട് കുടിക്കാൻ തോന്നി ഞാൻ ചിലപ്പോ കയറി കുടിക്കാൻ. ഇവിടെ മലയാളികൾക്ക് ഒന്നും പറ്റില്ല. അവിടെ പോയി കഴിഞ്ഞാൽ പറ്റാത്തതെന്നല്ല, ഇവിടെ നമ്മുടെ ഒരു സദാചാര ഒരു അഭിനയം ഉണ്ടല്ലോ. ഇതിനെ എന്റെ നേരെ ഡ്രിങ്ക് ഗ്ലാസ് നീട്ടി. ഇപ്പൊ ഞാൻ കുടിക്കില്ല അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ഒരു എന്നുള്ള രീതിയിൽ ഒരു കുടിക്കാത്ത ഒരു സ്ത്രീയോ എന്നുള്ള രീതിയിൽ ആ ലേഡി എന്നെ ഇങ്ങനെ വാദോരോ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കലും ഒരു തുള്ളി വൈൻ പോയ 2 ദിവസം ICU യൂണിറ്റിൽ കിടക്കുന്ന ആൾക്കാരും ഈ നാട്ടിലുണ്ട്. അവരുടെ അവസ്ഥയെ പറ്റി നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? വൈബ് പിടിക്കണമെങ്കിൽ ചില്ലിയാണെങ്കിൽ കള്ളു കുടിക്കാൻ പറ്റില്ല. പോയി കള്ളു കുടിക്കുന്ന സെറ്റിന്റെ അടുത്ത് കപ്പലണ്ടി തിന്ന് 2-3 മണിക്കൂർ ഇരിക്കണം. അവരുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആൽക്കഹോൾ കുട്ടിയാണത്. വൈബിന് ആൽക്കഹോൾ വേണമെന്നില്ല. എനിക്ക് ആവശ്യമില്ല. എനിക്കൊരു മ്യൂസിക്കും ഒരു ഡാൻസും ഒരു അങ്ങനത്തെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവനവന്റെ ലൈഫ് എൻജോയ് ചെയ്യാണ്. പുരുഷന്മാര് ചെയ്യുന്ന പോലെ എന്തുകൊണ്ട് സ്ത്രീകൾ അവരുടെ ലൈഫ് എൻജോയ് നിങ്ങൾക്ക് ഒരു പ്രീ സജഷൻ എടുത്ത് കളയണം. പുരുഷന്മാര് ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളോട് ആരും ഇതൊക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾ പോയി കള്ളു കുടിക്കി, ഹോട്ടലിൽ കയറി അല്ലെങ്കിൽ റെസ്റ്റോ ബാറിൽ പോയി കള്ളു കുടിക്കുക. ആരാ ചോദിക്കുന്നത്? നിങ്ങളുടെ വീട്ടില് കെട്ടിയവനോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ അമ്മായപ്പനോ അമ്മാമിയോ ചോദിക്കണ്ടെങ്കിൽ അതിലൊരുണ്ട്. ബാക്കിയുള്ള നിങ്ങൾ എന്തിനാ കൊടുത്താണ് പെണ്ണുങ്ങൾ ഇങ്ങനെ ആയത്? അവര് പോലും ചോദിക്കണ്ടല്ലോ. അവര് ചോദിച്ചോട്ടെ, അവർക്ക് നമ്മൾക്ക് സ്നേഹമുള്ള ആൾക്കാരാണ്. ഇപ്പൊ നമ്മുടെ കെട്ടിയോ പറയാനേ പറ്റൂ. അതൊക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് പറയാനേ പറ്റും. ഇപ്പം പലരും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഷോ കാണുന്നവർ ചിന്തിക്കും 4-5 പെണ്ണുങ്ങൾ കസേര ഇട്ട് വട്ടത്തിൽ കൂടി ഇരുന്ന് പറയുന്നത്. ഇവിടെ വൈകുന്നേരം ഞാൻ ഒരു 100 രൂപ കൊടുത്തു വിട്ടതാ മനുഷ്യനെടുത്ത് അരി വാങ്ങാൻ. ആ മനുഷ്യൻ കയറി വന്നപ്പോ വീലായിട്ടാ വന്നത്, അരിയുമില്ല. എന്റെ അവസ്ഥ പെണ്ണുങ്ങൾക്ക് അറിയാവോ അവസ്ഥ എന്ന് ചിന്തിക്കുന്നവരും ഇതുപോലെ തന്നെ 1000 രൂപ സാലറി 500 രൂപ എടുത്തിട്ട് കള്ളു കുടിച്ചിട്ട് ബാക്കി 400 രൂപ പോലും വീട്ടിൽ കൊണ്ടു ചെല്ലത്തില്ല. അവൻ പിന്നെ അവന് വിശക്കുമ്പോ ഫുഡ് മേടിക്കുന്നതിന് ഇത് ഇങ്ങനെ ഡെയിലി ആവുമ്പോ പല വീടുകളും പോകുന്നില്ല. അവിടെ സ്ത്രീകൾ ഇറങ്ങി പോയിട്ട് സ്ത്രീകള് സ്വന്തമായിട്ട് അധ്വാനിച്ചുകൊണ്ട് മക്കളെയും മറ്റുള്ള കാര്യങ്ങളും നോക്കേണ്ട ഒരവസ്ഥ. അവിടെ സ്ത്രീകൾക്ക് എവിടെ മദ്യപിക്കാൻ? അല്ല, അത് തന്നെയാണ് ആദ്യമേ പറഞ്ഞത്. നമ്മള് ആൽക്കഹോൾ വേഴ്സസ് ആൽക്കഹോളിസം എന്നത് തന്നെയായിരിക്കണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ആൽക്കഹോളിസം ആയി കഴിഞ്ഞാലാണ് അത് പ്രശ്നമാവുന്നത്. ഇപ്പൊ ഒരു റിലാക്സേഷൻ ആണെങ്കിലോ ഒരു സന്തോഷത്തിനാണെങ്കിലോ ഡെഫിനറ്റ്ലി സർക്കാരിന് നികുതിയുടെ ഒരു സോഴ്സ് ആണ്. ഇൻസെന്റീവ് മേടിച്ചത് 90,000 രൂപയാണ് ഓണത്തിന്. അതെ, ബീവറേജസിൽ. കുടിക്കട്ടെ, എല്ലാരും കുടിക്കട്ടെ. നമ്മുടെ സംസ്ഥാനം ഡെവലപ്പ് ആവണ്ടേ? എല്ലാവർക്കും ശമ്പളം കിട്ടണ്ടേ? കിട്ടണ്ടേ? പോലീസുകാർക്കും എല്ലാവർക്കും ശമ്പളം വേണ്ടേ? ഇവര് പിന്നെ എവിടെ പോകുന്നു? വേറെ എന്താ ഇവിടെ ഇരിക്കുന്നത് കേരളത്തില്? ഞാൻ പട്ടായിക്ക് ഒന്ന് പോയായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം. എല്ലായിടത്തും ഡിഫറൻസ് ഞാനും പോയിരുന്നു. എക്സ്ക്ലൂസീവ്. ഞാനും പോയിരുന്നു. എന്തിനാ പട്ടായിക്ക് പോയെന്ന് വെച്ചാൽ അറിയില്ല. അവിടെ ചെന്നപ്പോഴാണ് പോയത്. എന്നെ തിരിച്ചിങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടുവരായിരുന്നു എയർപോർട്ടിൽ നിന്ന്. കാരണം ആ ഫ്രീഡം നമ്മൾ അറിഞ്ഞു എന്നുള്ളതാണ്. അവിടെ പറമ്പിൽ കൂടെ ഇങ്ങനെ നടക്കുക, നാടിനാണോ പ്രശ്നം? ഒരു കാര്യം പറയട്ടെ, ഈ പറയുന്ന ഞാൻ ഇത്രയും വളരെ വൈഡ് ആയിട്ട് ചിന്തിക്കുന്ന ഞാൻ വളരെ നാരോ മൈൻഡഡ് ആണ്.
ഞാൻ ഇന്നേ വരെ ഡ്രിങ്ക്സ് കഴിച്ചിട്ടില്ല. വിശ്വസിക്കുമെന്നറിയില്ല, സത്യമായിട്ടും കഴിച്ചിട്ടില്ല. കാരണം ഇത്രയൊക്കെ പറയുമ്പോഴേ ഡ്രഗ്സോ എന്താ പറയാ ഡ്രിങ്ക്സോ ആൽക്കഹോൾ ഞാൻ ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ജീവിതമാണ് ലഹരി. പക്ഷെ അത് എനിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഇതിനകത്ത് വേറൊരു വിഷമകരമായ കാര്യം, എന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം കുടിച്ചത്ര വെള്ളം മദ്യം ആരും കുടിച്ചിട്ടുണ്ടാവില്ല. ആ കുടിച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മുങ്ങിച്ചാവും, അത്രയും കഴിച്ചിട്ട്. അപ്പം ഒരു പക്ഷേ അതിന്റെ ഒരു ദുരനുഭവം എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. അങ്ങനെ ഒരു കുഞ്ഞായിരിക്കാം ഞാൻ. പക്ഷെ ഞാൻ കുടിക്കാറില്ല എന്ന് വെച്ച് ഇവൻ കുടിക്കരുത് ഇവള് കുടിക്കരുത് എന്ന് പറയാൻ ഞാനാരാ? അല്ല, നാളെ ഒരു സമയത്ത് ഒരു സിറ്റുവേഷൻ വന്നാൽ കുടിക്കേണ്ടി വന്നാൽ ചിലപ്പോ സിറ്റുവേഷൻ ചിലപ്പോ എനിക്ക് അപ്പൊ കുടിക്കാൻ തോന്നും, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ പോകുമ്പോ ഇത്രയൊക്കെ ആയിട്ട് കൊതിയായിട്ട് കുടിക്കാൻ തോന്നും, ഞാൻ ചിലപ്പോ കയറി കുടിക്കാതിരിക്കാം. പക്ഷെ ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആലോചിക്കാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അനുപമ ഇപ്പൊ പട്ടായ പോയ വിഷയം പറഞ്ഞു. അപ്പൊ അവിടെ പോയിട്ട് എങ്ങനെയായിരുന്നു? അടിച്ചോ? അതാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോ പട്ടായയില് പോയാലും ബാലിയിൽ പോയാലും അമേരിക്കയിൽ പോയാലും കേരളത്തിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലായിടത്തും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ നിന്ന് എനിക്ക് കുടിച്ചാൽ ഞാൻ ആൽക്കഹോൾ ഇൻടോളറൻസ് ആണ്, എന്നെ IC യൂണിറ്റ് കൊണ്ട് അഡ്മിറ്റ് ആക്കേണ്ടി വരുമെങ്കിൽ പട്ടായയിൽ പോയാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇതൊക്കെ ഒരു യോഗം വേണം മണിയെ. അവിടെ പോയിട്ട് പറഞ്ഞ കാര്യമൊന്നുമില്ല. അതൊരു ശരിയാണ്. പക്ഷെ പട്ടായയിലെ കാഴ്ചകൾ ഭയങ്കരമായിരുന്നു. ആൾക്കാർ ഇങ്ങനെ ബിയർ ഊപ്പിയും പിടിച്ച് ഇങ്ങനെ മാത്രമല്ലല്ലോ, പിന്നെ മറ്റു സാധനങ്ങൾ പെട്ടിക്കടകൾ അല്ല, ഏറ്റവും കൂടുതൽ മലയാളികളാണല്ലോ അവിടെ. ഇവിടുത്തെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി പട്ടായക്ക് അങ്ങ് വണ്ടി കയറാൻ തോന്നുന്നു. അപ്പൊ ഇവിടെ മലയാളികൾക്ക് ഒന്നും പറ്റില്ല, അവിടെ പോയി കഴിഞ്ഞാൽ അല്ല പറ്റാത്തതെന്നല്ല, ഇവിടെ നമ്മുടെ ഒരു സദാചാര ഒരു അഭിനയം ഉണ്ടല്ലോ, ഒരു മുഖംമൂടി, നമ്മളെല്ലാം ക്യാരി ചെയ്യുന്ന ഒരു മുഖംമൂടിയുണ്ട്. ഇവിടെ വന്നിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയുന്ന ഈ മുഖംമൂടി നമ്മൾ ഇതിന് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ കഴിച്ചു വെക്കും. അപ്പൊ ഈ ഫ്രീഡം അത് നമ്മുടെ ഡ്രസ് കോഡിലായിക്കോട്ടെ. അപ്പൊ ഒന്നും വേണ്ട, ഞാനൊരു ചെറിയ കാര്യം കമ്പയർ ചെയ്യാനാണെങ്കിൽ, ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്നതുകൊണ്ട് കാണുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു സാധാരണ ഒരു ഔട്ട്ലെറ്റിൽ പോയി, ഇപ്പൊ റെസ്റ്റോറന്റ് പേര് ഞാൻ പറയുന്നില്ല, MG റോഡിൽ പുരാതനമായിട്ടുള്ള റെസ്റ്റോറന്റാണ്. അവിടെ മീറ്റിംഗ് പ്ലേസ് ആണ്. പലപ്പോഴും കാലത്ത് തന്നെ ലാപ്ടോപ്പ് എടുത്തോണ്ടാണ് ആണും പെണ്ണും വന്ന് അവിടെ ഡിസ്കഷൻ ഇരിക്കുന്നത്. ഈ സമയത്ത് രണ്ടുപേരും ഓരോ ഗ്ലാസ് ഒരു പക്ഷേ ലിക്കർ, എനിക്കറിയില്ല ഹാർഡ് ലിക്കർ, പക്ഷെ ബിയർ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ കാപ്പി കുടിച്ചിരുന്ന ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു, അതേ തോതിലാണ് അവരൊരു ബിയർ കുടിച്ചുകൊണ്ടിരുന്ന് അവര് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ കയറി പോകുന്നതോ അവിടെ ഇരിക്കുന്നതോ ആയിട്ടുള്ള ഒരാളും അതിനെ ഒരു സെക്കൻഡ് ലുക്ക് കൊടുത്തിട്ട് അപ്പൊ നമ്മളെ കണ്ടില്ലേ എന്ന് ചിന്തിക്കാറില്ല. ഈ പറയുന്ന അവിടെ ഇരുന്ന സ്ത്രീ പലപ്പോഴും ഒരു മലയാളി പോലും ആയിരിക്കും. പക്ഷെ നമ്മുടെ സ്റ്റേറ്റിൽ നമുക്കത് ചെയ്യാനുള്ള ധൈര്യം തോന്നാത്തതിന് കാരണം ഈ പറഞ്ഞ സമൂഹം മാത്രം നമ്മൾ കുറ്റം പറയരുത്. ഇപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ട ആൽക്കഹോളിക് എന്ന് പറയുന്നതിലപ്പുറം ആൽക്കഹോളിസം ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ പേഴ്സൺ ഈസ് വെരി മച്ച് ആൽക്കഹോളിക്. അപ്പൊ എനിക്ക് പേടിയാണ്, ലിറ്ററലി എനിക്ക് പേടിയാണ്. ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് പറയട്ടെ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി ഞാൻ ഓപ്പൺ അപ്പ് ആയിട്ട് പറയാണ്, എനിക്ക് പേടിയാണ് കള്ളുപിടിക്കാൻ. ഞാനെങ്ങാനും കള്ളുപിടിച്ച് എന്റെ അപ്പനെ പോലെ എങ്ങാണ്ടോ എന്റെ ദൈവം, പിന്നെ എന്റെ കൊച്ചിനാരുണ്ട്, ആ ചിന്തയാണ് എനിക്ക്. മേ ബി ഇത് ഒരു സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല, ഒരു പുരുഷനും ഇതുണ്ടാവും. അച്ഛനോ അമ്മയോ ഭയങ്കരമായിട്ട് ആൽക്കഹോളിക് ആയി എന്താ പറയാ നശിച്ചു പോയൊരു കുടുംബത്തിന്റെ കണ്ണിയാണ് ഉണ്ണി ഞാൻ എന്ന് പറഞ്ഞതുപോലെ ആയി പോയാൽ അതാണ് നമ്മൾ കാണുന്നത്. മദ്യം എന്നുള്ളത് കൊണ്ട് നമ്മൾ കാണുന്നത് മദ്യം നശിപ്പിക്കുന്ന ഒരു സാധനമാണ് എന്നാണ് നമ്മൾ കണ്ട് അറിഞ്ഞത്. നമ്മൾ ഷുഗർ ഡയബറ്റിക് ആയി പോകും. അതുപോലെ എല്ലാം അങ്ങനെ തന്നെയാണ്. ഉപ്പ് കൂടുതൽ കഴിക്കുമ്പോൾ BP കൂടുന്നു, അതെല്ലാം അങ്ങനെ തന്നെ. പക്ഷെ പുറം രാജ്യം പറയുന്നില്ലേ കേരളം ഇങ്ങനെയാണ്, കേരളം അങ്ങനെയാണ്. പക്ഷെ പുറത്തു പോയ പലരും അത് ഒരു പക്ഷേ സോഷ്യൽ സ്റ്റാറ്റസ്, വലിയ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവര് എക്കണോമിക് ക്ലാസ് അല്ലാതെ ബിസിനസ് ക്ലാസ്സിൽ പോയി അവിടെ പോയി ചിൽ ഔട്ട് ചെയ്യുന്നവർക്ക് ഒരു പക്ഷെ അതാണ് സ്വർഗം. പക്ഷെ സാധാരണക്കാരായിട്ട് പോയി അവിടെ എംപ്ലോയീസ് ആയിട്ട് പോകുന്നവർക്ക് പലർക്കും കേരളമാണ് ഇപ്പോഴും സ്വർഗം. അത് മാത്രല്ല എനിക്ക് തോന്നുന്നു ശ്വേത, അതിനകത്ത് നമ്മുടെ ക്ലൈമറ്റും ഒരു വലിയ നമ്മൾ ട്രോപ്പിക്കൽ ആണ്, വളരെ ചൂട് ക്ലൈമറ്റ്. ജർമ്മനിയിൽ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ അത് വേറെ കുടിക്കാൻ നിവൃത്തിയില്ല. യൂറോപ്യൻ കൺട്രീസ് എസ്പെഷ്യലി ജർമൻസ് അതിനകത്ത് ഹയസ്റ്റ് ജർമൻസ് ആണ്. ഇപ്പൊ നമ്മളടുത്ത് പറയുകയും ചെയ്യും, കേരളത്തിൽ ഏറ്റവും വലിയായിട്ട് കുടിക്കുന്ന ഒരാൾക്കും ഇവരായിട്ട് കിടപിടിച്ച് നിൽക്കാൻ പറ്റില്ല. സത്യമാണ്, അത്രയും കുടിക്കും. അവരുടെ ജീൻസിനും അതിന് കപ്പാസിറ്റി ഉണ്ട്, അവരുടെ അല്ല ഇതില്
ലിക്കർ പോലെ തന്നെയാണ് ഡ്രസ്സ്, ക്ലോത്തിങ്സ്, അറ്റയർ. ഈ പറയുന്ന ഞാനടക്കമുള്ള അഡ്വക്കേറ്റ്സ് ഇടുന്ന ഡ്രസ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആദ്യം ഒരു വൈറ്റ്, അതിന്റെ മുകളിൽ ഒരു വേസ്റ്റ് കോട്ട്, അതിന്റെ മുകളിൽ ഒരു ഗൗൺ അല്ലെങ്കിൽ ബ്ലേസേഴ്സ്. ശരിക്കും ഈ ചൂടുള്ള കേരളത്തിൽ സമ്മർ സീസണിൽ അത് ഇട്ടുകൊണ്ട്, ഹൈക്കോടതിയിൽ AC ഉണ്ട്, നോ ഇഷ്യൂ, ബട്ട് ലോവർ കോടതിയിലൊന്നും AC ഇല്ലാത്ത കോടതികളുണ്ട്. അവിടെ നിൽക്കുന്നവന്റെ അവസ്ഥയുണ്ടല്ലോ വളരെ മോശമാണ്. പക്ഷെ നമുക്കതൊരു അഭിമാനമാണ്. എനിക്കത് ഇടുമ്പം അത് കിട്ടാൻ വേണ്ടി ഞാൻ കുറെ കാലം, അത്രേ ഉള്ളൂ. പക്ഷെ അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. അതെന്തുകൊണ്ടാ? അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന അറ്റയർ ആയതുകൊണ്ട് ഇപ്പോഴും അത് ഇടുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ മദ്യം കഴിക്കുന്നത് ക്ലൈമറ്റിന് വേണ്ടിയിട്ടോ ഹെൽത്ത് കോൺഷ്യസ്. എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല സത്യമാണെന്ന്, പല പഠനങ്ങളും പറയുന്നത് 30 ml 60 ml ഒക്കെ കഴിക്കുന്നത് ബോഡിയുടെ ബ്ലഡ് പ്രഷർ ഒക്കെ ഒന്ന് ഇക്വിലിബ്രിയത്തിലോട്ട് കൊണ്ടുവരാൻ. ഞാൻ എതിർക്കാൻ കാരണം റീസെന്റ് പല സ്റ്റഡീസും വന്നിട്ടുണ്ട് അത് റോങ് ആണ് എന്നുള്ളത്. പ്രോപ്പർ സയന്റിഫിക് സ്റ്റഡീസ് വന്നിട്ടുണ്ട് അത് റോങ് ആണ്. കാരണം നമുക്ക് ഏർലിയർ പീരീഡിലൊക്കെ ഒരു വേൾഡ് വാർ കഴിഞ്ഞ കാലഘട്ടത്തിൽ മദ്യം അതുപോലെ സ്മോക്കിംഗ് ഇത് രണ്ടും ഹെൽത്തിന് നല്ലതാണ് എന്ന് പല കമ്പനികളുടെയും കോർപ്പറേറ്റ് ആഡ്സ് ഇഷ്ടം പോലെ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ടീനേജ് ഏജിലുള്ള കുട്ടികളാണ് ഇപ്പൊ കൂടുതലും ഈ ഒരു ഹെൽത്ത് ഡെഫിനറ്റ്ലി അവർക്ക് പ്രോബ്ലം ആണ്. ബിക്കോസ് പ്യൂബർട്ടി ആണ് ബോഡിക്ക് അവസാനമായ ഡെവലപ്മെന്റിന്റെ സ്റ്റേജ്. അപ്പൊ ആ ഏജിൽ ഡെഫിനറ്റ്ലി പ്രശ്നമാണ്. നേരത്തെ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ഫീഡിംഗ് ആയാലും നിങ്ങൾക്ക് പീരിയഡ്സിന്റെ സമയമാണെങ്കിലും പ്രഗ്നൻസി ആണെങ്കിലും അതുപോലെ തന്നെ ആൽക്കഹോൾ ഇൻടോളറന്റ് ആയിട്ടുള്ളവര് BP ഉള്ളവര്. അപ്പൊ നമ്മുടെ ഹെൽത്ത് നോക്കണം. ഇപ്പൊ ചിലവര് പറയും, ഇപ്പൊ നേരത്തെ ശ്വേത പറഞ്ഞ പോലെ ഇപ്പൊ ഒരാളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ആൽക്കഹോളിസത്തിന്റെ ആ ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി. എന്നാ വേറെ ആൾക്കാരുണ്ട് സിനിമകളിലെ ഒരുപാട് വഴിതിരിച്ചിട്ടുണ്ട്. ഒരുപാട് ചെക്കന്മാര് മാത്രമല്ല, മൂവീസിൽ വരുന്ന പല കാര്യങ്ങളും അനുകരിക്കാൻ ഒരു അനുകരണ ഒരാളുടെ പ്രശ്നമാണ്. ആരാണോ അനുകരിച്ചത് അയാളുടെ പ്രശ്നമാണ്, അല്ലാതെ ഒരിക്കലും ഈ കുട്ടികളെ ഫ്രം ദ ബിഗിനിങ് ടിൽ ടീനേജ്, അതായത് കോളേജിൽ പോകുന്ന വരെ പേരൻസ് ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്തിട്ട് അത് ചെയ്യരുത്, കൺട്രോൾ ചെയ്ത് കോളേജിൽ എത്തുമ്പോൾ ദേ ഗോ ടു ഹോസ്റ്റൽസ്, കിട്ടുന്ന ഫ്രീഡം ദേ യൂസ് ഇറ്റ്. പക്ഷെ നേരെ മറിച്ച് വാട്ട് വി ഹാവ് ഡൺ വിത്ത് മൈ സൺ, ഹീസ് ദി ഓൺലി ബോയ്. അവൻ 18 ആയപ്പോൾ ഇറ്റ് വാസ് വെഡിങ് ഫംഗ്ഷൻ, അവൻ ഞങ്ങൾ ഗ്ലാസ് എടുത്ത് കഴിക്കും. മൈ സിസ്റ്റർ ഗേവ് ദ ഗ്ലാസ്. ഇഫ് യു വാണ്ട് ടു ഡ്രിങ്ക് യു ക്യാൻ ഡ്രിങ്ക് അറ്റ് ഹോം. ഒരു ബിയർ ഗ്ലാസ് എടുത്ത്. So he is now he's telling us. ഇപ്പൊ അവൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. He's got that freedom thoughts. നമ്മളാ സ്റ്റാർട്ടിംഗ് പറഞ്ഞ പോയിന്റ് ആണ്. കൂടുതൽ കൺട്രോൾ ചെയ്യുന്തോറും അവര് കൂടുതലും വഴി പോവുകയാണ്. മാത്രമല്ലല്ലോ ഇവിടെ അവര് എഡ്യൂക്കേഷനും കൊടുക്കുക. സിംഗപ്പൂരിൽ ഞാൻ പോയപ്പോ കണ്ട ഒരു വിഷയം ഇത് തന്നെയാണ് കേട്ടോ. അവരൊരു 30+ ആകുമ്പോഴത്തെ 13+ ഏജ് ആകുമ്പോഴത്തെ ഒരു 13 വയസ്സ് കഴിയുന്ന കുട്ടികൾക്ക് ആണായാലും പേരൻസ് സ്വന്തമായിട്ട് കൊടുക്കുകയാണ് അവർക്ക്. എഡ്യൂക്കേഷൻ ഹോൾസ് എ ബിഗ് റോൾ. എഡ്യൂക്കേഷൻ ഹോൾസ് എ ബിഗ് റോൾ. അത് ഇവിടെ പലയിടത്തും ഇല്ല. ഞാൻ സിംഗറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഇതുപോലെ സിംഗപ്പൂർ പ്രോഗ്രാമിന് പോയ സമയത്ത് ഞാൻ സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ പാട്ട് പാടിയിട്ട് നമ്മൾ സ്റ്റേജിന് പുറത്തിറങ്ങും. എല്ലാരും കുടിച്ചിട്ട് ലേഡീസിന് തന്നെ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട് അവിടെ. അപ്പൊ അവർ എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവരെ എന്റെ നേരെ ഡ്രിങ്ക് ഗ്ലാസ് നീട്ടി. അപ്പൊ ഞാൻ കുടിക്കില്ല അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ഒരു എന്നുള്ള രീതിയിൽ ഒരു കുടിക്കാത്ത ഒരു സ്ത്രീയോ എന്നുള്ള രീതിയിൽ ആ ലേഡി എന്നെ ഇങ്ങനെ പ്രശ്നം കുടിച്ചാലും പ്രശ്നമുള്ള എക്സ്ട്രീംസ് ഇസ് ഓൾവേസ് എ പ്രോബ്ലം. ഫൈനലി അതുകൊണ്ടാണ് പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് ലീഗൽ റൂൾസ് ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് കുടിക്കുകയും കുടിക്കാതിരിക്കുന്നേ ബോത്ത് ആർ ഫൈൻ ഇഫ് യു വിഷ്. യെസ് ഇറ്റ്സ് യുവർ ചോയ്സ്. അതാണ് ആ വേണ്ടാന്ന് പറയുമ്പം അത് അവരുടെ നാരോ മൈൻഡഡ് ആണ്. ഞാൻ അവരുടെ ആ ഒരു പ്രശ്നമാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ശരി തെറ്റ് രണ്ടും ഞാൻ പറയില്ല. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇറ്റ്സ് എഗെയിൻ ഇൻഡിവിജ്വൽ ചോയ്സ്. പക്ഷെ അതിനൊരു ഒരു ലെവൽ നമ്മൾ വെക്കേണ്ടത്, ഒരു അളവ് പോലെ എന്ന് പറഞ്ഞ് വെക്കേണ്ടത് നമ്മുടെ സാമ്പത്തികം, നമ്മളുടെ ആരോഗ്യം, നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത പോലെ. കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ കള്ളു കുടിച്ചിട്ട് ഒരു സ്ത്രീ പോയിട്ട് അതൊരു ചാൻസ് ആയിട്ട് അസഭ്യം പറയുക, അല്ലെങ്കിൽ ഒരു റോങ് ഡ്രൈവിംഗ് ചെയ്യുക, ഇതൊന്നും അല്ലാതെ നമ്മൾ എന്തും ചെയ്യുന്നത് പോലെ അതിന്റെ പരിമിതിക്കുള്ളിൽ ചെയ്യാൻ ആ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സബ്ജക്റ്റഡ്. ഇവിടെ പെണ്ണായതുകൊണ്ട് എന്നാ പിന്നെ ചർച്ച നടന്നു, എന്നാ പെണ്ണുങ്ങളങ്ങ് കുടിച്ചു കളയാം. അങ്ങനെയൊന്നുമില്ല. കുടിക്കാൻ ഇഷ്ടമുള്ള ആൾ കുടിക്കട്ടെ, വേണ്ടാത്ത ആൾ കുടിക്കണ്ട. ബ്രാൻഡിന്റെ പ്രൊമോഷൻ നോ ജെൻഡർ ഡിഫറൻസസ്.
സിമ്പിൾ. ഇതിനകത്ത് അടിസ്ഥാനം അതാണ്. ജെൻഡർ ബയസ് ഈ ഒരു ടോപ്പിക്കിൽ വേണ്ട. ഒന്നിലും വേണ്ട. അത്രേ. അത് തന്നെ. അതെ. പ്ലീസ് റെസ്പെക്ട് അതേഴ്സ് ചോയ്സ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എനിക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്യാൻ തോന്നി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാള് കുടിച്ചു കഴിഞ്ഞ ഒരാളെ നമ്മൾ വൾണറബിൾ ആയി കണ്ടിട്ട് അവരുടെ അടുത്ത് അഡ്വാൻറ്റേജ് എടുക്കാൻ പോകരുത്. അത് സ്ത്രീ ആയാലും അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചാ വിഷയം ഇവിടെ അവസാനിക്കുമ്പോ സ്ത്രീക്ക് കൊടുത്തിട്ടിരിക്കുന്ന ഒരു ഭാവമുണ്ട്. സ്ത്രീ സർവം സഹ എന്നാണ്. അപ്പോ ഇതിനോട് യോജിക്കുന്ന രീതിയിൽ ഒരു സമൂഹത്തില് സ്ത്രീകൾ മദ്യപിക്കണമെന്നോ മദ്യപിക്കണ്ട എന്നോ പുരുഷൻ മദ്യപിക്കണമെന്നോ മദ്യപിക്കണ്ട എന്നോ പറയാൻ നമ്മൾ ആരും തയ്യാറല്ല. എല്ലാവർക്കും അവരവരുടേതായുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും കൺട്രോൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ വിഷയം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മദ്യം എപ്പോഴും ആരോഗ്യത്തിന് ഹാനികരമാണ്. നോ, കുടിച്ചുകൊണ്ടേയിരിക്കൂ. സംസ്ഥാനത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കൂ. അല്ല, അത് പറയുന്നത് നമ്മുടെ കോൺസെപ്റ്റ്. പക്ഷെ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം.